എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിയും ജപമൊക്കെ കഴിഞ്ഞ് ഇനി കാപ്പിയൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങണതേ ഉള്ളൂ. നമുക്കിപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെ ഒന്നും ആയിരിക്കണമെന്നില്ലല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങണത് തന്നെ. അപ്പോൾ ഇതുവരെ ചായ പോലും ഇട്ടില്ല, കാരണം ഇന്നലെ രാത്രി വന്നപ്പോൾ ചേട്ടൻ പാല് വാങ്ങിക്കൊണ്ട് വന്നില്ല. അപ്പോൾ ഇനി ചായയൊക്കെ ഇട്ട് കുടിക്കണം. പിന്നെ നമ്മളെ പാവയ്ക്കകൾ. ഇപ്പം എൻ്റെ വീഡിയോസിൽ എനിക്ക് ഇതിനെപ്പറ്റി മാത്രമേ പറയാനുള്ളൂ. സത്യം പറഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും അതിശയമാണ് ഈ പാവയ്ക്ക കാണുമ്പോഴേക്കും. ഇപ്പം ഞാൻ എപ്പോഴും പറയും പോലെ കണ്ടില്ലേ, പാവയ്ക്ക കാച്ചു കിടക്കണതിലല്ല, ഒന്നിൽ തന്നെ ഈ 2 ഷേപ്പ് പാവയ്ക്ക കായ്ക്കണമല്ലോ എന്നുള്ള എന്തോ ആശ്ചര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇനിതാ പാവയ്ക്ക മെഴുക്ക് പുരട്ടാനായിട്ടൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നാത്തൂൻ വന്നപ്പോൾ നാത്തൂൻ കൊണ്ടുപോയി അമ്മയ്ക്ക് കൊടുത്ത് അപ്പുറത്തെ സുനിതേച്ചിക്കായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാവർക്കും ഇത് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ അവിടെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഇന്നലെ തന്നെ പുട്ടിനുള്ള പച്ചരിയൊക്കെ വെള്ളത്തിട്ടിരിക്കുകയായിരുന്നു. അപ്പം അമ്മ അതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പച്ചരി പൊടിച്ച് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനെ പുട്ട വയ്ക്കണം. അരിയൊക്കെ അടുപ്പത്തിട്ട് അങ്ങനെ ജോലികളെല്ലാം ചടപടയെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാവയ്ക്ക അടുത്തോണ്ട് വന്ന ഉടനെ അമ്മ അത് കട്ട് ചെയ്തെടുക്കുകയാണ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട്. ഇവിടെ പാവയ്ക്ക മെഴുക്കുവരട്ടി അമ്മയ്ക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ. ഞാൻ കഴിക്കും, എന്നാലും കുഴപ്പമില്ല. ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ള സംഭവമല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രഷായിട്ട് അടുത്തോട്ട് വന്ന് കട്ട് ചെയ്യുമ്പോഴുള്ള ഒരു സുഖമുണ്ടല്ലോ, നല്ല രസമുണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ വാങ്ങിച്ചാലും കുറച്ചൊക്കെ വാടൽ പോലെയൊക്കെ ആയിരിക്കുമല്ലോ. അങ്ങനെ അമ്മ അതിനുള്ളതൊക്കെ അവിടെ എല്ലാം അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് എല്ലാം എടുത്തിട്ട് വെളിയിൽ കൊണ്ടുവന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാവയ്ക്ക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുവരെ കാപ്പിയൊന്നും ഉണ്ടാക്കിയില്ല, പച്ചരിയൊക്കെ അവിടെ പൊടിച്ചു വെച്ചിട്ടേ ഉള്ളൂ. അച്ഛനും മോനും കൂടെ രാവിലെ അമ്പലത്തിൽ പോയി. ഇന്ന് അനന്തു ഇതുവരെ ഉറക്കം എഴുന്നേറ്റില്ല. അമ്മ ഇവിടെ ഈ ജോലിയിലാണ്. ഞാനും ഇന്ന് കുറച്ച് ലേറ്റായാണ് എഴുന്നേറ്റതും കുളിച്ചതും ഒക്കെ. നമ്മളെ മുക്കുറ്റി നിൽക്കണുണ്ടല്ലേ, നല്ല സൂപ്പറായിട്ട് നിൽപ്പുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അടിയും വഴക്കുമായിട്ട് അച്ഛനും മോനും വന്നിട്ടുണ്ട്. പോയ സമയം തൊട്ട് ഞാൻ പറയുന്നത് അവിടെ എന്തായിട്ടുണ്ടോ ഒന്ന്. കേശുവാണെങ്കിൽ അമ്പലത്തിൽ പോയാൽ ഭയങ്കര ഓട്ടമായിരിക്കും. അപ്പോൾ ഞാനും കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ചേട്ടൻ മാത്രമാണെങ്കിൽ ചേട്ടൻ്റെ ഊപ്പാടായിരിക്കും. രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് അവനും കൂടെ അമ്പലത്തിൽ പോകണമെന്നും പറഞ്ഞ് ബഹളം വെച്ചാണ് കൂടെ പോയത്. അങ്ങനെ അമ്പലത്തിൽ നിന്ന് പ്രസാദമൊക്കെ കൊണ്ടുവന്നത് ഞാൻ ആ പ്രസാദം ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ രാവിലെ തൊട്ട് കേശുവിന് ഓറഞ്ച് വേണമെന്നും പറഞ്ഞ് അവിടെ ആൾ പിണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓറഞ്ച് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ രണ്ടാളും കൂടെ അടിയും കൂടി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോഴാണ് പാല് വാങ്ങിക്കൊണ്ട് വന്നത്. ഇനി ചായ ഇടണം. അയ്യോ, രാവിലെ ചായ കുടിക്കാത്തതുകൊണ്ട് എനിക്ക് ചായ കുടിച്ചോളാൻ വയ്യായിരുന്നു. എന്നാൽ എനിക്ക് അങ്ങനത്തെ ശീലമൊന്നുമില്ലായിരുന്നു. ഞാൻ പണ്ടൊന്നും അങ്ങനെ ചായ കുടിക്കുകയില്ല. തോന്നിയാൽ കുടിക്കും, ഇല്ലെങ്കിൽ ഇല്ല, അങ്ങനെയായിരുന്നു. ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് കുടിച്ചുകൊണ്ടല്ലോ, ആ സമയമാകുമ്പോൾ കുടിച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ്. അങ്ങ് ചായത്ത് കുടിച്ചാൽ മതി എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇനി ചായയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വേണം കാപ്പി ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഇന്നിപ്പോൾ എന്ത് പറയാണ്ട് മോന് സ്കൂളിൽ പോകണ്ട. സത്യം പറഞ്ഞാൽ കേശു ഒരാഴ്ചയായി സ്കൂളിൽ പോയിട്ട്. തിങ്കളും ചൊവ്വയും അവന് പ്രോഗ്രാമായിരുന്നു. പിന്നെ ബുധൻ വ്യാഴം വെള്ളി ഈ 3 ദിവസവും സ്കൂളിൽ പോയില്ല. അപ്പോൾ മോൻ അസുഖങ്ങളൊക്കെ എല്ലാം നല്ലതുപോലെ മാറിയതിന് ശേഷം സ്കൂളിൽ വിടാമെന്ന് വിചാരിച്ച് ഇന്നലെ കൊണ്ടുപോയിട്ട് ചെവിയിലെ വാക്സൊക്കെ എടുത്തായിരുന്നു. അമ്മ അങ്ങനെ ഇരുന്ന് അവിടെ അങ്ങനെ കാലൊക്കെ നീട്ടിയൊക്കെ വെച്ച് അവിടെ റിലാക്സ് ചെയ്തിരിക്കുകയാണ് ഒരു ചായ കുടിക്കാൻ വേണ്ടി. അപ്പോൾ അമ്മയ്ക്കും കൊണ്ട് ചായ കൊടുത്ത് അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സമയം 9 മണിയായി. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും കുറച്ച് ലേറ്റായിട്ടായിരുന്നു. അപ്പോഴേക്ക് ഇനി എനിക്ക് ചന്തയിൽ പോകണം. കുറേ നാളായി ചന്തയിൽ പോയിട്ട്, അല്ലെങ്കിൽ ഞാൻ കൂടെ ചന്തയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെവിടുത്തെ ചന്തയ്ക്ക് ഒരു പ്രത്യേകത ഉള്ളത്, കൂടി നടു റോഡിലാണ് കൂടുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് അത് കഴിയും. അങ്ങനെ ഞാൻ ചന്തയിൽ പോവുകയാണ്. പാത്രം കൊണ്ട് 100 രൂപ 100 രൂപ 100 രൂപ కొంచెం 100 రూపాయలు
നീ കണ്ണുകൊള്ളേണ്ട ചെമ്പല്ലി ഉണ്ട് ഓടിയാ 100 വാടിയല്ലേ തരണം വാടി കവർ നിറച്ച് വാടിയല്ലേ തരണം 100 400 350 300 ഇതെല്ലാം കൂടെ എത്ര 100 ഓടിയാ 400 വാളയുണ്ട് ചെറിയ വാളയുണ്ട് ഓടിയാ 100 ഓടിയാ സത്യം പറഞ്ഞ ചന്തയിൽ പോയിട്ട് ഇപ്പൊ കുറെ നാളായി. അല്ലെങ്കിൽ എന്റെ മുന്നേ വീട്ടിൽ കാണുന്നവർക്ക് അറിയാമല്ലോ, ഞാൻ കുറെ നാള് ചന്തയിൽ പോയ മീൻ വാങ്ങുള്ളായിരുന്നു. ഇപ്പൊ സമയം കിട്ടൂല. കേശുവിനെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് പിന്നെ നേരെ കടയിൽ പോയൊക്കെ വരുമ്പോ താമസിക്കും. അപ്പൊ അതുകൊണ്ട് ചന്തയിൽ നമ്മളെ ഇവിടുത്തെ ചന്തയെന്ന് വെച്ചാല് ഇപ്പൊ വീഡിയോ കണ്ടപ്പോ മനസ്സിലായില്ലേ, റോഡിൽ നടു റോഡിലാണ് ചന്ത കൂടണത്. പിന്നെ അത് ഇപ്പൊ കൂടണമെന്നല്ല, എന്നെക്കാല് പ്രായം ഉണ്ടെന്ന് തോന്നണം ആ ചന്തയ്ക്ക്. അപ്പൊ അന്ന് തൊട്ട് ചന്ത അവിടെ തന്നെയാണ് കൂടണത്. നമുക്കിപ്പോ വേറെ സ്ഥലവും ഇല്ല. പെട്ടെന്ന് ആ ചന്ത മാറ്റണതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അപ്പൊ അവിടെ 9:10 ആകുമ്പോഴേക്കും 9:05 9:10 ആകുമ്പോൾ ചന്ത കൂടും. 10 മിനിറ്റ് കൊണ്ട് തന്നെ ചന്ത പിരിയും. കാരണം ഒരുപാട് വണ്ടികൾ പോണ സ്ഥലമല്ലേ. മുന്നേ ഇത്ര തിരക്ക് വണ്ടിയൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ മൺവിള നിന്ന് ഷോർട്ട് കട്ടായിട്ട് ബൈപ്പാസിലൊക്കെ ഇറങ്ങാനായിട്ട് പറ്റും, ഈ റോഡിൽ പുല്ലുകാട് റോഡ്. അങ്ങനെ അതുകൊണ്ട് എന്ത് പറയാനായിട്ട്, ഇന്ന് അങ്ങനെ ചന്തയിൽ പോയി എന്റെ പൊന്നോ മീന്. എനിക്കാണെങ്കിൽ കണ്ടിട്ട് അങ്ങനെ സഹിക്കാനും പറ്റണില്ല. കണവയെ കൊണ്ടല്ലെങ്കിൽ കുന്ന് കൂട്ടി വെച്ചിരിക്കണം. എന്തുപോലെ അമ്മ വീഡിയോ എടുക്കണ്. ഞാൻ ഈ അടുക്കളയിലെ ഡോർ അടച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അത് കാണുന്നത് കേശവിന് ഭയങ്കര വെപ്രാളമാണ്. ഇതിനകത്തോട്ട് ഇടിച്ച് കയറി തുറയങ്ങോട്ട്. അപ്പൊ കേശു ഇത്രയും നേരം അത് ബഹളമായിരുന്നു അത് തുറക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ പറഞ്ഞത്, ഇന്ന് ചന്തയിൽ പോയി നിങ്ങൾ കണ്ടല്ലോ, മീനെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞിട്ട് കണവയൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നു 100 രൂപയ്ക്ക്. ആ 100 രൂപ കണ വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഞാനും അമ്മയും തിന്നാലും തീരൂല. അവിടെ ഞാൻ വാങ്ങിച്ചില്ല. ഇവിടെ ചേട്ടനാണെങ്കിൽ കണവ അത്ര ഇഷ്ടമല്ല. എനിക്കാണെങ്കിൽ കണവ തോരൻ വെക്കുന്നതാണ് ഇഷ്ടം. തോരൻ വെച്ചാലും നമ്മൾ എത്രയെന്ന് പറഞ്ഞ് തിന്നും കണവ. പിന്നെ കണവ മാത്രമല്ല, നെത്തോലി, നല്ല കറുത്ത നെത്തോലി, അതും 100 രൂപയ്ക്ക് ഒരു കുന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയും മീനുകൾ കിട്ടിയില്ലേ. എനിക്കാണെങ്കിൽ അങ്ങ് വരണം. ഇത്രയും കണ്ടപ്പോ എല്ലാം വാങ്ങിക്കണം. എല്ലാം കൂടെ വാങ്ങിച്ചുമ്പോൾ ഫ്രിഡ്ജ് വെച്ചിട്ട് നമുക്ക് എന്തായിരുന്നാലും എത്രയൊക്കെ എടുത്താലും തീരൂല. പിന്നെ നമ്മൾ മീന് കാണണമെന്ന് പറഞ്ഞ് ആക്രാന്തപ്പെട്ട് വാങ്ങിച്ചിട്ടും കാര്യമില്ല. സത്യം പറഞ്ഞ് ഞാൻ അത്രയ്ക്കിട്ട് പൈസയും കൊണ്ടുപോയില്ലായിരുന്നു. അപ്പൊ പിന്നെ ഇതെല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിച്ചതാണ്. ഇത്രയും മീന് കാണുമെന്ന് വിചാരിച്ചില്ല കേട്ടാ. മീന് കണ്ട് വങ്കട ഉണ്ടല്ലോ, വങ്കട ഞങ്ങളിവിടെ ആരും കഴിക്കൂല. വങ്കട തന്നാൽ സങ്കടം മാറുമെന്നാണ് പറയണത്. പക്ഷെ വങ്കട കാണുന്നതേ നമുക്ക് സങ്കടമാണ്. ഇവിടുത്തെ അമ്മയ്ക്ക് ഇഷ്ടമാണ്. എന്റെ വീട്ടിലാണെങ്കിൽ അമ്മയ്ക്കും അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വങ്കട മീന്. ഈ വങ്കട വെറുത്തു പോകാനായിട്ട് കാരണം, പണ്ട് ഇങ്ങനെ വങ്കട പെട്ട സമയത്ത് അമ്മ വങ്കട ഇങ്ങനെ ഇഷ്ടം പോലെ വാങ്ങിച്ച് അത് തന്നെ വെച്ച് തന്ന് ഞാനും എന്റെ അനിയത്തിയൊക്കെ വങ്കട വെറുത്തു പോയത്. പിന്നീട് അമ്മ എന്ത് ചെയ്യുന്നറിയാമോ, ഈ വങ്കട വാങ്ങിച്ചിട്ട് ചൂര എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് തരുമായിരുന്നു. ആ ചെറിയ പീസ് വങ്കട നല്ല ചതയുള്ള മീനല്ലേ. അങ്ങ് അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ അമ്മ ഇതുപോലെ നമ്മളെ പറ്റിക്കും. ചൂര മീനെന്നും പറഞ്ഞ് ഇങ്ങനെ തുണ്ടം വെട്ടിയിട്ട് കട്ട് ചെയ്ത് കറി വെച്ച് തരും. അന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ, അത്രയ്ക്കുള്ള ബുദ്ധിയല്ലേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതൊക്കെ അറിയാം. അങ്ങനെതാ ഞാൻ കൊഞ്ച് വാങ്ങിച്ച് നെത്തോലിയും വാങ്ങിച്ച്. പിന്നെ നോക്കിയപ്പോഴത്തേക്കുണ്ട് കണ്ണൻ കൊഴിയാള, അതും ഉണ്ടായിരുന്നു. തോനെ ഇങ്ങനെ വാരി ഇടുന്നു. അത്രയും വാങ്ങിച്ചുകൊണ്ട് വന്നെ. നീ കാപ്പി കുടിച്ചില്ലേ? നീ കാപ്പി കുടിക്കണം. കാപ്പി കുടിച്ച് കാപ്പി പുട്ടും പയറും പപ്പടവും മുട്ട പൊരിച്ചതും. അപ്പൊ ഇനി ഇതൊക്കെ കഴിച്ചിട്ട് സ്വസ്ഥമായിട്ട് പോയിരുന്ന് മീനിറക്കാം. അങ്ങനെ മീനിറക്കാനായിട്ട് വെളിയിൽ ഇവിടെ കൊണ്ട് ഇറങ്ങിയ സമയത്ത് വെയിലൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ വന്നിരുന്നതും വെയിൽ വന്ന്. ഇത്രയും കൊഞ്ച് 100 രൂപയ്ക്കാണ് കിട്ടിയത്. അതുപോലെ തന്നെ ഇത് കണ്ണൻ കൊഴിയാളാണ് അല്ലേ അമ്മ? ഓ ഇല്ല ചേച്ചി, മീന് കാണണമെങ്കിൽ വാ. അയ്യോന്റെ തലയിൽ കൂടെ പല്ലി ഒന്ന് വീണ്, ഇതുവഴി ഒന്ന് വീണ്. ഇവിടെ ഇരിക്കണ്. ആ ചെറിയ കയറ്റ വഴി വാ. ഇല്ല, ഇവിടെ പൂട്ടിയിട്ടില്ല. 100 രൂപ കൊഞ്ച് വേണ്ട, ഒരു ചരുവ കൊഞ്ച്. കണ്ണൻ കൊഴിയാളെന്താ ഇത്രയും കണ്ണൻ കൊഴിയാൾ ഒരു 10-25 ഉണ്ടെന്ന് തോന്നുന്നു. അത് 100 രൂപ വേണ്ട. നിങ്ങൾ ആരമ്പോ മീൻ കൊണ്ട് അടുക്കള. നെത്തോലി 100 രൂപ.
കൊഞ്ച് 100 രൂപ കൊഞ്ചാണ്. കണ്ണൻകോഴി കണവ ഞാൻ വാങ്ങിച്ചാൽ തീരൂല. ഇത്രയും നേരം വെയിലില്ലേ, കുറേശ്ശെ വെക്കാണെന്ന്. ഇത്രയും മീൻ ഇരിക്കുകയില്ല, അത് ആര് വെച്ചേച്ചി കണ്ണൻകുഴിയുള്ള വേണ്ട. അങ്ങനെ ഞങ്ങൾ മീൻ കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് സുനിത ചേച്ചി വന്ന് വിളിച്ചത്. അങ്ങനെ മീൻ കണ്ടപ്പോഴത്തേക്ക് ആ ചേച്ചിക്കും ഭയങ്കരമായിട്ട് അയ്യോ ഇത്രയും മീനായിരുന്നോ എന്നുള്ള ഒരിതായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കണ്ണൻകുഴിയാളെ 100 രൂപയ്ക്ക് വാങ്ങിച്ചത് ഒരു 10-25 എണ്ണമെങ്കിലും ഉണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ അതിൽ നിന്ന് പകുതി സുനിത ചേച്ചിക്ക് കൊടുത്ത്. കൊഞ്ച് പിന്നെ ഇവിടെ എത്ര വാങ്ങിച്ചാലും ഇവിടെ ചിലവാകും. നമുക്ക് തോരനും വെച്ച് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്ക് കൊഞ്ച് ഇവിടെ ചിലവാകും. അതുപോലെ തന്നെ ചെറിയ കൊഞ്ചായിരുന്നല്ലോ, അപ്പം നമ്മൾ നുള്ളി എടുത്ത് അതിനെ കറിയൊക്കെ വെച്ച് വരുമ്പോഴത്തേക്ക് കുറച്ചേ കാണുള്ളൂ. പിന്നെ നെത്തോലി അതുപോലെ തന്നെ, നെത്തോലി അയച്ചിക്ക് വേണ്ടാന്ന് പറഞ്ഞ്. അപ്പം കേശൂര് ഞങ്ങൾ ഇവിടെ ഇരുന്ന് എല്ലാമൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇവിടെ കിടന്ന് ഓടി മറിഞ്ഞ് എൻ്റെ ഇടയിൽ കിടന്ന് കുരുത്തക്കേട് കാണിച്ച് ഞാനിങ്ങനെ 100 വട്ടം വിളിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഫ്രണ്ട് പൂട്ടിയിട്ടേ ഇരിക്കുകയുള്ളൂ. കേശുവിന് ഒട്ടും വിശ്വസിക്കാൻ പറ്റൂല, ഇറങ്ങി ഓടിക്കളയും. ഇറങ്ങി ഓടണതല്ല, ഇറങ്ങി ഓടിക്കളയൂല. അവ ഇങ്ങനെ ഗേറ്റ് തുറന്നിട്ടിട്ട് അവിടെ വഴിയെ പോണവരടുത്തൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കും. ഇപ്പം നമുക്ക് ഭയങ്കര പേടിയാണത്. അപ്പോൾ ഇതാ അവിടെ ഞങ്ങൾ ഈ മീൻ കണ്ട് മീനിൻ്റെ കാര്യം പറഞ്ഞ് കണവ ഞാൻ വാങ്ങിക്കാത്തതാണ് നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് അമ്മ ചോദിക്കണ വാങ്ങിക്കൂടായിരുന്നാന്ന്, സുനിതേച്ചി ചോദിക്കണ വാങ്ങിക്കൂടായിരുന്നാന്ന്. സത്യം പറഞ്ഞ് തീരുമില്ല. ഇത്രയും മീൻ ഇരിക്കുമ്പോഴത്തേക്ക് അതൊന്നും തീരെയുമില്ല. തോരനൊക്കെ ആയിരുന്നാലും നമ്മൾ എത്രയെന്ന് പറഞ്ഞ് വെച്ച് കഴിക്കണത്. പിന്നെ വങ്കടയുടെ കാര്യമൊന്നും പറയണ്ട. ചില സമയങ്ങളിൽ ചന്തയിൽ പോയാൽ ഒരു പുണ്ണാക്കും അവിടെ കാണൂല. ചില ദിവസങ്ങളിൽ ഇന്ന് എന്തോ എൻ്റെ ലക്കായിരുന്നെന്ന് തോന്നുന്നു. ഇന്ന് ചെന്നപ്പോഴത്തേക്ക് അത്രയ്ക്ക് മീനായിരുന്നു. ഇനി നാളത്തെ കാര്യം അറിഞ്ഞുകൂട്ടെ, നാളെ ഞായറാഴ്ചയല്ലേ, ഞായറാഴ്ച ആയതുകൊണ്ട് ചിലപ്പോൾ മീനൊന്നും കാണുകയുമില്ല. അങ്ങനെ കുറേയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എണീച്ച് പോയി കേശുവിനെ കൂടെ നോക്കണം. പിന്നെ അമ്മ കുറേ നേരം പിന്നെ അമ്മയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഈ വലിയ മീനാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തങ്ങ് തീരും. ഈ ചെറിയ മീൻ നെത്തോലിയും കൊഞ്ചുമൊക്കെ നല്ല പണി കിട്ടുന്നതാണ്. ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും, ഒരാൾ മാത്രം ചെയ്താൽ തീരൂല. അങ്ങനെയായിരുന്നു ഞാനും കൂടെ അതിൽ കൈവച്ചത്. രാവിലെ ഇവിടെ മീൻ കൊണ്ടുവന്നായിരുന്നു, ഒരു 3-4 പേര് വന്നായിരുന്നു. പിന്നെ മനഃപൂർവ്വം ഇറങ്ങി നോക്കിയില്ല. ചിലപ്പോൾ ഇറങ്ങി നോക്കിയാൽ എന്തെങ്കിലും മീൻ കണ്ടാൽ അങ്ങ് വാങ്ങിക്കും. അപ്പം ഞാൻ അമ്മയോട് രാവിലെ പറയായിരുന്നു, അമ്മ എന്തായാലും ചന്തയിൽ പോകും, കുറച്ച് ദിവസമായില്ലേ, ഈ കുളത്തൂർ ചന്തയിൽ പോയാലും എനിക്ക് ഇത്ര ഒരു സുഖം കിട്ടൂല. അപ്പം കൊഞ്ചും നെത്തോലിയൊക്കെ ഇവിടെ നുള്ളി എടുത്തിട്ടുണ്ട്. ഇപ്പം അമ്മയെ കൊണ്ട് മാത്രം നുള്ളി എടുക്കാൻ പറ്റില്ല, അത്ര മീനായിരുന്നു. അപ്പോൾ നുള്ളി എടുത്തപ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ല, ഒരു ചട്ടി കൊഞ്ചുണ്ട്. അതുപോലെ തന്നെ നല്ല കറുത്ത നെത്തോലി, ഒരു കോന്നത്തോലിയും ഉണ്ട്. എന്നാലും നെത്തോലിയും എല്ലാത്ത നുള്ളി എടുത്ത് അമ്മ ഇനി അവിടെ മറ്റേ കണ്ണൻകുഴികളുണ്ടല്ലോ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പകുതി ഇപ്പോൾ സുനിതേച്ചിക്ക് എടുത്ത്. ഇത്രയും മീൻ എന്തിനാ, അങ്ങനെ പകുതി ആ ചേച്ചി എടുത്ത് ബാക്കി നമ്മൾ പൊരിക്കാമെന്ന് വിചാരിച്ചെടുത്തിരിക്കുകയാണ്. ഇനി കൊഞ്ച് തോരനും വെക്കണം, നെത്തോലി വറ്റിച്ചും വെച്ച് അത് പൊരിച്ചിട്ട് ഇനി രാവിലെ അടുത്ത പാവയ്ക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പാവയ്ക്ക് മെഴുക്കുവരട്ടി വെക്കണം. ചീര ഞാൻ വാങ്ങിച്ചിട്ട് വരുന്നതായിരുന്നു, ചുവപ്പ് ചീര. അപ്പം ചീര തോരൻ. അയ്യോ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വിഭവങ്ങൾ. ഇനി ചീര ഒന്നായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് കുളത്തൂർ ചന്തയിൽ ഞാൻ പോകുമെങ്കിൽ എനിക്ക് അവിടെ പോണേക്കാളും ഇഷ്ടം നമ്മളെ ചന്തയിൽ പോകാനാണ്. ഇവിടെ ആണെങ്കിൽ നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് വാങ്ങിക്കാനായിട്ട് പറ്റും. മറ്റിടത്ത് ഇഷ്ടത്തിന് വാങ്ങിക്കാം അങ്ങനെയല്ല, എന്നാലും അവിടെ കുറച്ചും കൂടെ ഒരു രീതിയിൽ കുറച്ചുകൂടെയൊക്കെ വേറെയാണ്. അപ്പോൾ ചിലപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കേശുവിനെ കൊണ്ട് സ്കൂളിലാക്കിയിട്ടൊക്കെ പോകുമ്പോഴേക്ക് ഇവിടുത്തെ ചന്ത പെട്ടെന്ന് കുറയും, പെട്ടെന്ന് തീരും. കുളത്തൂർ ചന്തയാണെങ്കിൽ ഒരു 12 മണി വരെയൊക്കെ അവിടെ മീൻ കിട്ടും. പിന്നെ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ മൈക്കിൻ്റെ അലർച്ച കാരണം കുറേയൊക്കെ ഭയങ്കര ഒരു പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ മൈക്ക് വാങ്ങിച്ചതിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. കുറേയൊക്കെ ഞാനിങ്ങനെ പറഞ്ഞിട്ട് അതെല്ലാം ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു എനിക്ക്. അപ്പോൾ ഇപ്പോൾ ഒത്തിരി മീനൊക്കെ കട്ട് ചെയ്തൊക്കെ എഴുന്നേറ്റ സമയത്ത് വെയിൽ മാറിയിട്ട് നല്ല മഴക്കോള് വന്നു തുടങ്ങി. അപ്പോൾ 2 ദിവസം കൊണ്ട് വാർത്തയിൽ പറയുന്നുണ്ടല്ലോ മഴ തീർന്നില്ല, അടുത്തെന്തെന്ന് മഴപ്പാത്തി, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ, ചക്രവാത ചുഴിയൊക്കെ ഈ അടുത്ത കാലത്തല്ലേ നമ്മൾ കേൾക്കണത് തന്നെ. എന്താ ഈ മണ്ട സ്വഭാവം മാറണ തന്നെ നല്ലത്. കേശു ഒരു വാക്ക് പറഞ്ഞാൽ കേൾക്കൂല കേട്ടോ, എല്ലാരും അറിയട്ടെ, നീ പറഞ്ഞാൽ കേൾക്കൂല, ഒന്നും പറഞ്ഞാൽ കേൾക്കൂല. ഭയങ്കര കുരുത്തക്കേടാണ് കേശു. എന്ത് ആ ശരി,
ഇത് നീ കുരുത്തക്കേട് കാണിക്കോ? പിന്നെ കുരുത്തക്കേട് കാണിക്കാന്നില്ലേ? ഓ കേറിപ്പോയി. ഞാൻ വെച്ചല്ലേ മുത്തം. ശരി. മാതളോ ഇത്? ചുവപ്പ് കീര വിരളോറ ഇല്ലാത്തോണ്ട് അമ്മയ്ക്ക് ഭയങ്കര കൈ മുറി മക്കളെ, അമ്മയ്ക്ക് കട്ട് ചെയ്യാൻ നോക്കാം വിരളോറ ഇല്ലാത്ത. ഓ ശരി, നീ അങ്ങ് കേറിപ്പോ വീട്ടിനകത്ത്. അങ്ങനെ മീനൊക്കെ ഇവിടെ ക്ലീൻ ആക്കി കൊണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പകുതി മാത്രമേ ഇന്ന് വെക്കണുള്ളൂ. പകുതി അമ്മ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച്, എല്ലാം കൂടെ ഇന്ന് വെച്ച് തിന്നാനായിട്ട് പറ്റൂലല്ലോ. കള്ളപ്പൂച്ച കോവയ്ക്ക് വെച്ചത് നോക്കുന്നുണ്ട്. എടാ കള്ളപ്പൂച്ച നോക്കട്ടെ, കള്ളപ്പൂച്ച കോവയ്ക്ക് എടുത്തോണ്ട് ഓടണ കള്ളപ്പൂച്ച. കൊണ്ടുപോ, മക്കളെടുത്തോണ്ട് പൊയ്ക്കോ വേണമെങ്കിൽ. അങ്ങ് കൊണ്ടുവച്ച് കഴി, എടുത്തോണ്ട് പോ. വേണ്ട വേണ്ട, എൻ്റെ പൊന്നോ കഴിച്ചോ. വേണ്ട, നീ എടുത്തോണ്ട് പോ. മതിയാ? മെഴുക്ക് വരട്ടാ, കറി വെക്കട്ടാ? തിന്നാൻ വേണമെങ്കിൽ കൊണ്ടുപോ. മതിയാ? മോന് കോവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചയ്ക്ക് കഴിക്കാനായിട്ട്. ഒരു 6-7 കോവയ്ക്ക് കിടന്നതിന് ഞാൻ മെഴുക്ക് വരട്ടാന്നും പറഞ്ഞ് കട്ട് ചെയ്ത് വെച്ചപ്പോഴേക്കും മോൻ അതിനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വിചാരിച്ച് വേണ്ട, മെഴുക്ക് വരട്ടണ്ട, അവൻ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ മീനൊക്കെ എല്ലാം അവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഈ കോവയ്ക്ക് ഇനി ഞാൻ വെക്കണില്ല, മോനങ്ങ് കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ച് കീരത്തോരത്തിനുള്ള സംഭവങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി വെച്ച് പാവയ്ക്ക മെഴുക്ക് വരട്ടി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. അങ്ങനെ ഇനി അമ്മ അവിടെ മീനൊക്കെ ഇനിയും കുറച്ചും കൂടിയൊക്കെ ഒന്ന് റെഡിയാക്കാനൊക്കെ ഉണ്ടല്ലോ, അരപ്പൊക്കെ പുരട്ടി എടുക്കണ്ടേ. അപ്പോഴേക്കും ഞാൻ വിചാരിച്ച് തോരനങ്ങ് വെക്കാമെന്ന്. തോരൻ വെക്കാനായിട്ട് നമ്മൾ ചീര ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഒരാൾ എൻ്റെ അടുത്ത് ഇന്ന് ചേച്ചി മീൻകറിയുടെ റെസിപ്പി ഇടുമെന്ന് ചോദിക്കും. അപ്പോൾ കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഈ അമ്മയല്ലേ മിക്കവാറും മീൻകറി വെക്കണത്, ആ സമയത്ത് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴേക്കും അമ്മ അത് ഏകദേശം ആയിട്ടായിരിക്കും ഞാൻ തിരിച്ചു വരണത്, അതുണ്ടാക്കി. അപ്പോൾ ഉറപ്പായിട്ട് ഇന്നും എനിക്ക് അങ്ങനെ പറ്റിപ്പോയി. ഉറപ്പായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ മീൻകറിയുടെ റെസിപ്പി കാണിക്കാൻ. നമ്മളുണ്ടാക്കുന്ന സ്റ്റൈലാണ്, ചിലപ്പം എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ ചെയ്യണത്. പിന്നെ ഇതാ കീരത്തോരൻ വെക്കുകയാണ്. കീരത്തോരൻ വെക്കാനായിട്ട് ചട്ടിയടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പിലയിട്ട് വറ്റൽമുളക് ഇട്ടതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര അലയിങ്ങനെ തട്ടി കൊടുക്കും. അതിന് ശേഷം ഉപ്പിട്ട് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ഇതിൽ അരപ്പിടണമല്ലോ. അപ്പോൾ ചില ആൾക്കാർ പലരും പല രീതിയിലാണ് വെക്കുന്നത്. ചില ആൾക്കാർ തേങ്ങാപ്പീരയൊക്കെ ഇട്ട് അതിൽ മസാലയൊക്കെ ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷമായിരിക്കും ഇതിട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇതൊന്ന് വെന്തതിന് ശേഷമായിരിക്കും അരപ്പിട്ട് കൊടുക്കുന്നത്. ഞങ്ങളിവിടെ ഇങ്ങനെയൊക്കെയാണ് വെക്കുന്നത്. ഈ തോരൻ തന്നെ ഞാൻ വയ്ക്കുമ്പോൾ ഒരു രീതിയാവും, അമ്മ വയ്ക്കുമ്പോൾ അത് വേറൊരു രീതിയാവും. ഞാൻ വയ്ക്കണത് ഇങ്ങനെയാണ്. കുറച്ചൊന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങാപ്പീര ഇട്ട് കൊടുത്ത് അതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ജീരകം ഇട്ട് കൊടുത്തിട്ട് ഒരു വെളുത്തുള്ളി ചതച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒരല്പം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കും. പിന്നെ ചിലപ്പോൾ പറയാറുണ്ട് ചുവപ്പ് ചീരയ്ക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണ്ടെന്ന്. ഇത് നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിയതാണ്. നമ്മളെ വീട്ടിൽ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണ്ട. വെളിയിൽ നിന്ന് വാങ്ങണ എന്ത് സാധനങ്ങളും നമ്മൾ വേവിച്ചാലും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം, കാരണം അതിൽ വിഷാംശമൊക്കെ എന്തായാലും കാണും. അങ്ങനെ അതിനെ ഇളക്കി കൂട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എപ്പോഴും പറയും പോലെ നല്ല ചെറിയ തീയിലങ്ങ് അടച്ചിട്ടിരിക്കും. പിന്നെ നമ്മൾ അതിൻ്റെ മൂട്ടിൽ നിന്ന് ഇങ്ങനെ ഇളക്കി ഒന്നും നിൽക്കേണ്ട, അത് അതിൻ്റെ പാകത്തിനങ്ങ് വെന്ത് വന്നോളും. അപ്പോൾ അതിന് ശേഷം ഇനി മീനങ്ങ് പൊരിക്കാമെന്ന് വിചാരിച്ച് എളുപ്പമുള്ള ജോലികളങ്ങ് ചെയ്ത് പറ ചെയ്താൽ ബാക്കി പെട്ടിനെ അങ്ങ് ചെയ്യാമല്ലോ. അങ്ങനെ കറിവേപ്പില ഇട്ടപ്പോഴേക്കും അതിൽ ഫുള്ള് വെള്ളമായിരുന്നു. അപ്പോൾ അവിടെ പൊട്ടലും ചീറ്റലും ഒരു മേളമായിരുന്നു ആ സംഭവം ഇട്ടപ്പോൾ. അവിടെ മൊത്തം അതൊക്കെ തെറിച്ച് ഇനി മീനങ്ങ് പൊരിച്ചെടുക്കണം. കേശുവിനാണെങ്കിൽ ഇപ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടെ, മീൻ പൊരിച്ചത് ഇഷ്ടമാണ്, എന്നാലും ഇപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ മുട്ട പൊരിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ മീനൊക്കെ എല്ലാം അതിലോട്ട് നിരത്തി അങ്ങ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊഴിയാള മീൻ ഞങ്ങൾ കൊഴിയാള മീനും കുറച്ചിരിപ്പുണ്ട് നാളത്തേക്ക് എടുക്കാനായിട്ട്. പകുതി സുനിതേച്ചിക്ക് കൊടുത്ത്, അപ്പോൾ ബാക്കിയാണ് നമ്മളിന്ന് പൊരിക്കണത്. അപ്പോൾ ഇനി നാളെ വേറെ ഐറ്റംസ് വേറെ മീനൊന്നും കാണിക്കാനില്ല, ഇത് തന്നെയാണ് നാളെയും ഉള്ളത്. പിന്നെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തോ നല്ല ഇത്രയും മീനൊക്കെ വാങ്ങിച്ച് നമുക്ക് ഒരു ദിവസം കൊണ്ട് തിന്ന് തീർക്കാൻ പറ്റില്ലല്ലോ. ഇതുകൊണ്ടാണ് ഞാൻ കണവ വാങ്ങിക്കാത്തത്. നമ്മളിനി എത്രയൊക്കെ വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് 2 ദിവസത്തിൽ കൂടുതൽ എടുക്കുമ്പോഴേക്കും എന്തോ പോലെ മീനൊരു വല്ലാത്ത ഒരു ഇതുപോലെ തോന്നും. അപ്പോൾ പിന്നെ അതിന് നമ്മൾ പിന്നെ എടുത്ത് കളയേണ്ടിയൊക്കെ വരും. അതിനേക്കാളും എന്തുമാത്രം ഇത്രയും മീൻ കണ്ടാലും ആവശ്യത്തിന് വാങ്ങിച്ചാലും നമുക്കത് അത്രയ്ക്ക് ഇത്രേ വരുള്ളൂ. പിന്നെ വാള ഉണ്ടായിരുന്നു, നല്ല വാള മീൻ.
അത് ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് ആ മീൻകാരൻ തന്നെ പറയുന്നുണ്ട് ചെറുതായിട്ട് ചപ്പിയതൊക്കെയാണെന്ന്. പിന്നെ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. വാള വാങ്ങിക്കാനായിട്ട് ഞാൻ കുറച്ച് സമയം അവിടെ നിന്ന് കറങ്ങിയതാണ്. അപ്പം നമ്മളിന്ന് എന്തോന്ന് കൊഞ്ച് തോരനാണ് വെക്കേണ്ടത് കേട്ടോ. കൊഞ്ച് തോരൻ വെക്കാൻ വേണ്ടി ആദ്യം കൊഞ്ച് മാത്രം വേവിക്കും, ഉപ്പിട്ട് വേവിക്കും. അതിനുശേഷം ചിലപ്പോൾ അതിൽ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ അതൊന്ന് വേവിച്ചതിന് ശേഷം ഏകദേശം ഒരു 1/4 ഭാഗത്തോളം വെന്ത് വരുമ്പോഴാണ് സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. സവാളയും കൂടെ ഒന്നായി വരുമ്പോഴേക്ക് കുറച്ച് തേങ്ങാപ്പീര എടുത്തിട്ട് അതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി എല്ലാം കൂടെ ഒന്ന് നമ്മളിങ്ങനെ പരപര അരച്ചെടുത്ത് അതിലേക്കിട്ട് ഇളക്കിയെടുത്താൽ നല്ല തോരനായി. അപ്പോൾ ഇത്രയും സംഭവങ്ങളായപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് തുണിയങ്ങ് കഴുകിയിടാമെന്ന് വിചാരിച്ച്. അപ്പോൾ കുറേ തുണികൾ അവിടെ മെഷീനിൽ കഴുകിയിട്ടിട്ടുണ്ട്. ബാക്കി ചേട്ടൻ്റെ ടീഷർട്ട്, മോൻ്റെ യൂണിഫോമും കാര്യങ്ങളൊന്നും മെഷീനിൽ ഇടൂല. അത് നല്ല തുണികൾ ഇട്ടാൽ എന്തോ അത്രയ്ക്ക് അത് മുതലാവൂല എന്ന് തോന്നും. അതുകൊണ്ട് അതൊന്നും ഇട്ടില്ല. ആ തുണികൾ പെട്ടെന്ന് അങ്ങ് കഴുകിയെടുത്ത് അതിന് ശേഷം നമ്മൾ അവിടെ ഇരുന്നല്ലേ മീനൊക്കെ കട്ട് ചെയ്തത്. അപ്പോൾ അവിടെയും കൂടെയൊക്കെ ഒന്ന് കഴുകി ഇറക്കാനുണ്ട്. പിന്നെ കേശുവിൻ്റെ ലഞ്ച് ബാഗ് കഴുകണം. ഒരാഴ്ച കൊണ്ട് മോൻ സ്കൂളിൽ പോകാതെ വീട്ടിലുണ്ട്. എന്നാലും അപ്പോഴൊന്നും ചെയ്യൂലല്ലോ. സ്കൂള് അടുത്തിട്ട് പോവാറാവുമ്പോഴല്ലേ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അങ്ങനെ ഇനി അവിടെയും കൂടെയൊക്കെ ഒന്ന് കഴുകി ഇറക്കി. മഴക്കോള് വരണുണ്ടെങ്കിൽ ഇതൊരു കള്ളക്കോളാണെന്നാണ് തോന്നുന്നത്. നല്ല കോള് ഇങ്ങനെ ഇരുണ്ട് വരും, പെട്ടെന്ന് അങ്ങ് മാറും. അങ്ങനെ നിൽക്കുക. മഴ ചാറിക്കൊണ്ടിരിക്കണം. എന്തായാലും ഒന്ന് വിരിച്ചിടാൻ ഉറയ്ക്കൂലെന്നൊരു വിശ്വാസം. എന്താവോന്ന് അറിഞ്ഞൂടെ. മെഷീനിൽ കഴുകിയ തുണികളൊന്നും ഇപ്പം വിരിക്കണില്ല. കഷ്ടകാലത്തിന് അതൊരു വിധം ഉണങ്ങിക്കിടക്കേട് കൊണ്ട് വിരിച്ചിട്ട് മഴയായിട്ട് പെയ്ത ഇത് ഒന്ന് വിരിച്ചിട്ട് നോക്കാം. വിരിച്ചിന് ചോറൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി വിരിക്കാം. നല്ല വിശപ്പുമായി. സമയം ഇപ്പോൾ 1:30 മണി കഴിഞ്ഞേ. മോനാണെങ്കിൽ വിശക്കണമെന്ന് പറഞ്ഞിരുന്നിട്ട് ഞാൻ തുണി നനച്ചുകൊണ്ടിരുന്ന സമയം കൊണ്ട് അവൻ കിടന്നുറങ്ങി. ഇനി ഉണന്നിട്ട് കൊടുക്കാനും പറ്റുള്ളൂ. ഇതിൽ കിടക്കണോണ്ട് ഇപ്പം ഈ സമയത്ത് മങ്ങി കിടക്കണോണ്ട് ഇപ്പം ഇങ്ങോട്ട് കയറാം. അല്ലെങ്കിൽ ഈ സമയത്തൊന്നും ഇവിടെ അടുക്കാൻ പറ്റാത്ത വെയിലാണ്. ഇതൊന്നും ഈ നല്ല തുണികളൊന്നും ഇവിടെ വിരിക്കാനും പറ്റൂല. അത്രയും നരച്ച് ഒരു പരുവായിട്ട് പോവുകയും ചെയ്യും. വീണ്ടും നാളെ ഞായറാഴ്ചയല്ലേ. നാളെ തൊട്ട് മഴ തകർക്കാനായിട്ട് ഇരിക്കണ എന്തോ. പിന്നെ മഴ വരുമ്പോൾ നമ്മളെ വിഷമങ്ങൾ, തുണി ഉണക്കാൻ പറ്റൂല, വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റൂല. അതൊക്കെയാണ് മഴയിൽ നിൽക്കുമ്പോൾ നമ്മളെ വിഷമങ്ങളല്ലേ. അപ്പം നമുക്കൊക്കെ നല്ല അടിയുടെ കുറവാണ്. ഓരോരുത്തർ അവിടെ ഇപ്പോൾ വയനാട്ടിലായിരുന്നാലും ഇടുക്കിയിലായിരുന്നാലും അവിടെയൊക്കെ ഉള്ളവർക്ക് നെഞ്ചിൽ തീയായിരിക്കും മഴ കാണുമ്പോൾ. നമ്മൾ അങ്ങനെ ഒരു മഴ കണ്ടിട്ട് പോലും ഇല്ല. നമ്മളിപ്പോൾ ഇവിടെ പെരുമഴയെന്ന് പറഞ്ഞാലും നമ്മളിവിടെ പെയ്യുന്ന മഴയ്ക്ക് ഒരു കണക്കില്ലേ. പക്ഷെ അങ്ങോട്ടുള്ള മഴയൊന്നും ഇങ്ങനെ അല്ലെന്നാണ് പറയണത്. തുണിയൊക്കെ വിരിച്ചിട്ട് വന്നപ്പോഴേക്കും അമ്മ ഇവിടെ ചോറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ചോറുണ്ട്, മീൻ പൊരിച്ചതുണ്ട്, നെത്തോല് വെട്ടിച്ചതുണ്ട്, പാവയ്ക്ക മെഴുക്കുവരട്ടിയുണ്ട്, കൊഞ്ച് തോരനുണ്ട്, പിന്നെ ചീരത്തോരൻ. ഇത്രയും സംഭവങ്ങളാണ്. ചേട്ടൻ ഉച്ചയ്ക്ക് വന്നില്ല, കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞ് വരാനായിട്ട്. അപ്പം ഞങ്ങൾ ചോറൊക്കെ തിന്നിട്ട് അങ്ങനെ അവിടെ വിശ്രമിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിനിടയ്ക്ക് ചേട്ടൻ വന്നായിരുന്നു കേട്ടോ. വന്ന് ചോറൊക്കെ കഴിച്ചിട്ട് പോയി. പിന്നെ ഇനി ആ ഹാളൊക്കെ ഒന്ന് തുടയ്ക്കാനുണ്ടായിരുന്നു. ഹാള് മൊത്തം അഴുക്കെന്ന് പറഞ്ഞാൽ കേശുക്കുട്ട എന്ത് കഴിച്ചാലും അതിന് അവിടെ തറ മൊത്തമായിട്ടിരിക്കും. അപ്പം കൊച്ചു പിള്ളേരുള്ള വീട്ടുകാരുടെ അടുത്ത് പിന്നെ പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, ഊഹിക്കാൻ പറ്റുമല്ലോ ഞാൻ എന്താണ് ഉദ്ദേശിക്കണേന്ന്. അപ്പോഴീ എന്തെങ്കിലുമൊക്കെ എണ്ണ പലഹാരം പോലെ എന്തെങ്കിലും സംഭവമാണെന്നുണ്ടെങ്കിൽ അത് മൊത്തം അവിടെ ഇങ്ങനെ ഒട്ടി ഇരിക്കും പോലെ തോന്നും. അങ്ങനെ ഞാൻ വിചാരിച്ച് മൊത്തത്തിലൊന്ന് തുടച്ചിടാമെന്ന്. തുടയ്ക്കാൻ നിന്നാൽ പിന്നെ എനിക്ക് വയ്യ. കേശുക്കുട്ട ഉറങ്ങിയ സമയത്ത് തുടയ്ക്കണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. അപ്പോൾ കേരളീടാ എന്ന് പറഞ്ഞ് അവൻ അപ്പോഴും കയറിയിരിക്കും. അപ്പോൾ ഞാൻ അമ്മയൊക്കെ വെളിയിരിക്കുകയാണ്. അപ്പോൾ അമ്മയെ, അനന്തുവിനെയും കേശുവിനെയൊക്കെ ഇതിനകത്തോട്ട് കയറിപ്പോരുതെന്ന് പറഞ്ഞിട്ട് 3 എണ്ണത്തിനെ അവിടെ പിടിച്ചിരുത്തിയിട്ടാണ് ഇവിടെ തുടയ്ക്കാനായിട്ട് നിൽക്കുന്നത്. നമുക്ക് തുടയ്ക്കണതിൽ കുഴപ്പമില്ല. അപ്പോഴാരെങ്കിലും വന്ന് കയറുമ്പോൾ ഉള്ള നമ്മൾ കുറേ റീൽസൊക്കെ കാണുമല്ലോ, അതുപോലെ സത്യമാണ്. നമുക്ക് എന്തോ ഭയങ്കരമായിട്ട് ദേഷ്യം വരും നമ്മളിങ്ങനെ തുടച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആരെങ്കിലും അതിൻ്റെ ഇടയിൽ വന്ന് കയറുമ്പോഴേക്കും. അപ്പോൾ ഇനി നട തൂത്തുവാരണം. ഇപ്പം താമസിച്ച മാത്രമല്ല 5 മണി കഴിഞ്ഞ് നല്ല മഴക്കോളുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇനി ഇവിടെയൊക്കെ ഒന്ന് തൂത്തുവാരണം. അയ്യോ, ഇതാ കണ്ടില്ലേ, വേറൊരു പഴയ ഒരു തുറപ്പുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഈർക്കിൽ അത്രയും കേശു ഇങ്ങനെ ഊരി കളിക്കും. അത് ഞാൻ എടുത്തുകൊണ്ട് കളയണം. ഞാൻ വിചാരിച്ച് എന്തിനെന്നറിയാമോ, ഇനിയിപ്പോൾ ആടിയറുതി വരെയല്ലേ. ആടിയറുതി വരുമ്പോഴത്തേക്കും നമ്മൾ ഇതുപോലെ പഴയ സാധനങ്ങളൊക്കെ കൊണ്ട് കളയുമല്ലോ. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ട് കളയാൻ വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഒരു മൊറം അല്ല, ഒരു വട്ടി ഉണ്ടായിരുന്നു, മുകളിൽ കിടക്കിയിരുന്നു. അപ്പം ഞാൻ അതും കൂടെ ആടിയറുതിക്ക് കളയാന്ന് വെച്ചപ്പോൾ കേശു അതിനെ ചവിട്ടി ചപ്പിച്ചൊക്കെ ഇട്ടിരിക്കുകയാണ്. നമ്മൾ
വിചാരിക്കും പോലെ അല്ലല്ലോ. അപ്പൊ ഇനി തൂത്ത് വരട്ടെ. അപ്പൊ ഇനി വൈകുന്നേരം വിളക്ക് കത്തിക്കണം. അപ്പൊ അമ്മ വിളക്ക് കത്തിക്കും. വേണ്ടില്ലേ പുകയ്ക്കണം. ഭയങ്കര കൊതുവാണ് കേട്ടോ. കൊതു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ചില സമയം മഴ പെയ്യുമ്പോഴത്തേക്ക് നല്ല തണുപ്പായിരിക്കും. പക്ഷെ എത്ര തണുപ്പാണെങ്കിലും ഇത് ഫാൻ ഇല്ലാതിരിക്കാൻ പറ്റൂല. കൊതു കടിച്ച് ശരിയാക്കും. അപ്പൊ ഇപ്പൊ എനിക്ക് ഇവിടെ തൊണ്ടുണ്ടെങ്കിൽ തൊണ്ടൊക്കെ വെച്ച് പുകയ്ക്കാൻ തൊണ്ടില്ല. അപ്പൊ ഞാൻ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് എടുത്തോണ്ട് വരണം ഇതേ വേപ്പിന്റെ ഇലയാണ്. ഇത് നല്ലതാണ് കേട്ടോ. കൊതുവിനും നല്ലതാണ്, നമുക്ക് ശ്വസിക്കാനും നല്ലതാണ്. അന്തരീക്ഷം ശുദ്ധമാക്കും. വേപ്പ നിൽക്കുന്നിടത്ത് പൊല്യൂഷൻ കുറവാണെന്ന് പറയുമല്ലോ. അതിൽ റോഡ് സൈഡിലൊക്കെ ഒരുപാട് വേപ്പൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പൊ വേപ്പിലയിട്ട് പോയിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഞാന് വേപ്പില ഒരുപാടായിപ്പോയി. വേപ്പിലയും പിന്നെ കുറച്ച് നമ്മൾ തേങ്ങ വാങ്ങിച്ചപ്പോഴേക്ക് തേങ്ങയിൽ ഇരിക്കുമല്ലോ ചകിരി, അതിന്റെ ഇങ്ങനെ കുടുംബ പോലെ വെച്ചിരിക്കുന്ന ആ സംഭവമാണ് എടുത്തത്. തൊണ്ടൊന്നുമില്ല ഇവിടെ. തേങ്ങ ഉണ്ടെങ്കിലേ തൊണ്ട് കാണുള്ളൂ. അപ്പുറം ചോദിച്ചാലും ഒരിടവും തൊണ്ടില്ല. ഒരിടവും തൊണ്ടില്ലെന്ന് പറഞ്ഞാൽ ഒരിടത്തും തേങ്ങയില്ല. എല്ലാവരും തേങ്ങ പൈസ കൊടുത്ത് വാങ്ങിക്കണവരാണ്. പണ്ട് എല്ലാവരും വീട്ടിൽ നിന്ന് തേങ്ങ വെട്ടി എടുത്തോണ്ടിരുന്നവരായിരുന്നു. ഇപ്പൊ എല്ലാവരും വാങ്ങിക്കും. മുമ്പൊക്കെ ഇവിടെ എല്ലാം 10 സെന്റ് ആയിരുന്നു. നമ്മൾ ഈ സ്ഥലത്ത് എല്ലാവർക്കും 10 സെന്റ് വെച്ചുണ്ടായിരുന്നു. ഇപ്പൊ ആ 10 സെന്റിന് കൊടുത്ത് ഓരോരുത്തർക്ക് ഇപ്പൊ 2-3 സെന്റിലൊക്കെയാണ് ഇപ്പൊ ഓരോരുത്തർ വീട് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ 12 സെന്റോളം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങള് ഇത് ഞാൻ എപ്പോഴും പറയല്ലോ, ഇത് എന്റെ സ്ഥലമാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ 12 സെന്റ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളെ വീടായിരുന്നു അപ്പുറത്തൊക്കെ. പിന്നെ അച്ഛൻ കൊടുത്തതാണത്. 12 സെന്റിലും അതിന്റെ നടുക്കായിരുന്നു ഞങ്ങളെ വീട്. എല്ലാം പോയി. അത് വിറ്റപ്പോഴത്തേക്ക് നമുക്കിപ്പം കണ്ടില്ലേ, ഞങ്ങളിപ്പോ 3.5 സെന്റിൽ ഒതുങ്ങി. ഒരു 12 സെന്റിന്റെ നടുക്ക് ഒരു ഓടിട്ട വീടും അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ എന്റെ കല്യാണ ആൽബവും അതും ചീത്തായിപ്പോയി. അതുകൊണ്ട് അതും കാണാൻ പറ്റൂല. കല്യാണ ആൽബം അല്ല, കല്യാണ CD, അതിലായിരുന്നു പഴയ വീടുണ്ടായിരുന്നു. ഇപ്പം ആൽബം മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ഇപ്പോഴും വീട് എന്തെങ്കിലുമൊക്കെ സ്വപ്നം കാണുമ്പോൾ, ഇങ്ങനെ വീട് അതിൻ്റെ ഇതൊക്കെ സ്വപ്നം കാണുമ്പോൾ ഞാൻ എൻ്റെ പഴയ നമ്മളെ ഓടിട്ട വീടാണ് സ്വപ്നം കാണുന്നത്. ഇപ്പോഴും എനിക്ക് എൻ്റെ ഈ വീട് എൻ്റെ സ്വപ്നത്തിലൊന്നും വന്നിട്ടേ ഇല്ല. എന്നും പറഞ്ഞ് എപ്പോഴും സ്വപ്നം കാണുമെന്നല്ല, വല്ലപ്പോഴും ഒക്കെ കാണുമ്പോഴുള്ള കാര്യമാണ് 24. അല്ലെങ്കിൽ ഡെയിലി ഇങ്ങനെ പഴയ വീട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കണം എന്നൊന്നും അല്ല പറഞ്ഞത്. പിന്നെ ഈ 3.5 സെന്റ് 12 സെന്റ് ഉണ്ടായിരുന്നതിൽ എൻ്റെ കല്യാണം ആയപ്പോഴത്തേക്ക് അച്ഛൻ വിറ്റായിരുന്നു വസ്തുവൊക്കെ. പകുതി വിൽക്കുമെന്ന് പറഞ്ഞിട്ട് 5 സെന്റ് വിൽക്കാനായിട്ട് ഇരുന്നിട്ട് വിൽക്കാനൊന്നും പറ്റിയില്ല. പിന്നെ അല്ലാതെയൊക്കെയാണ് കല്യാണം നടന്നത്. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് പിന്നീട് വിൽക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ വാങ്ങിക്കുകയാണ് ചെയ്തത്. നമ്മൾ വാങ്ങിച്ചതാണ് ഈ സ്ഥലം. അപ്പൊ 3.5 സെന്റ് വാങ്ങിച്ച് നമ്മൾ അതിൽ വീട് വയ്ക്കായിരുന്നു. ഇതാ പെട്ടെന്ന് പുകയും. പിന്നെ ചുമ്മാ കരിയിലയും ചപ്പും ഒക്കെ വാരിയിട്ട് തീയിടണേക്കാളും ഇതും പിന്നെ ഈ സംഭവം കൂടെ ആകുമ്പോഴത്തേക്ക് നല്ലതാണ് വെച്ചാൽ. വിളക്ക് കത്തിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഉടനെ വിളക്ക് കത്തിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അമ്മ വിളക്കത്തെല്ലാം കഴിഞ്ഞ് ഇനിതാ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു സിങ്കില്. വേറൊന്നുമല്ല, ഇതിപ്പം കേശുവിന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അവനൊരു ഇപ്പി തിന്നണമെന്നൊരു കൊതി. അങ്ങനെ അനന്തപ്പം ഇപ്പി വാങ്ങിച്ചോണ്ടുവന്നായിരുന്നു. അപ്പൊ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തതിന്റെ കുറച്ച് പാത്രങ്ങള് സിങ്കിനകത്തുണ്ടായിരുന്നു. എപ്പോഴും പിന്നെ അതിനൊരു പഞ്ഞം കാണൂലല്ലോ.
സിങ്കിനകത്ത് പാത്രങ്ങൾക്ക്. സിങ്ക് ഒഴിഞ്ഞു കിടക്കുന്ന സമയം കുറവാണ്. എപ്പോഴും ആരെങ്കിലും ഒരു സ്പൂണെങ്കിലും അതിനകത്ത് കാണും. എപ്പോഴും വിചാരിക്കും ഒരെണ്ണം പോലും ഇല്ലാതെ കഴുകി വെക്കണം. ചിലപ്പോൾ ഞങ്ങളെല്ലാം, ഞാനും അമ്മയും എല്ലാം കഴുകി വെച്ചിട്ട് മാറുമ്പോഴായിരിക്കും കേശു എന്തെങ്കിലും ഒരു സ്പൂണുണ്ട് അതിനകത്ത്. അതുകൊണ്ട് അതിന് ഒറ്റയ്ക്കാണെന്നുള്ളൊരു വിഷമം നമ്മളെ വീട്ടിലെ സിങ്കിനില്ല. ചിലപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും ഓരോരുത്തർ പറയും ഞങ്ങളെ വീട്ടിലെ സിങ്ക് എപ്പോഴും ക്ലീൻ ആണ് വൃത്തിയാക്കി വെക്കും എന്നൊക്കെ. അത് നല്ല കാര്യം. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ വെക്കണം എന്നാണ് ഞങ്ങളെ ആഗ്രഹം. പിന്നെ സാധാരണ ഒരാളെ വീട്ടിൽ എപ്പോഴും സിങ്കിൽ എന്തെങ്കിലും ഒരെണ്ണമെങ്കിലും കാണാതിരിക്കൂല. ചായ ഇട്ടില്ല, ഇനിയിപ്പോ ചായയും കൂടെ ഇടണം. പിന്നെ എന്റെ മൈക്ക് ഉണ്ടല്ലോ, ഇതാ എന്റെ പഴയ മൈക്ക്, ഒരു കുഴപ്പവും ഇല്ലതാ. ഈ ഒരു സംഭവം ഇത് ശരിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കേശു എന്തേന്നറിയാമോ, ഞാൻ എന്ത് വീഡിയോ എന്തോ എടുത്തിട്ട് അവിടെ കൊണ്ട് വെച്ചിട്ട് തിരിഞ്ഞ സമയം കൊണ്ട് കേശു ഓടി വന്ന് ഇത് അതിൽ നിന്ന് ഇങ്ങനെ വലിച്ച് ഫോണിൽ നിന്ന് ഇതിങ്ങനെ വലിച്ചെടുത്തപ്പോഴേക്ക് ഇതാണ്ട ഇതിങ്ങനെ ഇളകി വന്നു. എന്തൊക്കെയാ അതിനകത്ത് ഇപ്പൊ കിടന്ന് കുലുങ്ങണുണ്ട്. ഇത് ഇളകി വന്നതിന് ശേഷം അത് വർക്കാവണില്ല. മൈക്കിനൊന്നും ഒരു കുഴപ്പമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൈക്കായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ആദ്യം വാങ്ങിച്ചത് ഒരു 300 രൂപയ്ക്ക് അങ്ങനെ എന്തോ ഒരു മൈക്കാണ് വാങ്ങിച്ചത്. അപ്പൊ അതിന് ഒട്ടും സൗണ്ട് ക്വാളിറ്റിയും ഇല്ല, ഭയങ്കര അലർച്ച പോലെയാണ് കേൾക്കണത്. പിന്നെ ഞാനിങ്ങനെ എനിക്കൊരു നല്ല മൈക്ക് വാങ്ങിക്കണം എന്ന് ആലോചിച്ച് കുറേ വീഡിയോസ് ഒക്കെ കണ്ട് തപ്പി നോക്കി. നമുക്ക് കുറച്ച് റീസണബിൾ ആയിട്ടുള്ള റേറ്റിലും കുറച്ച് ക്വാളിറ്റിയിലും ഉള്ളത് കിട്ടണമല്ലോ. അപ്പൊ നമുക്ക് വലിയ വ്ളോഗർമാരിൽ ഇരിക്കും പോലത്തെ മറ്റു മൈക്കൊന്ന് വാങ്ങാനുള്ള ആസ്തിയും സ്ഥിതിയും നമുക്കില്ല. അപ്പൊ നമ്മളെ കയ്യിലും നമ്മളെ കൊക്കിൽ ഒതുങ്ങുന്നത് വേണമല്ലോ എന്ന് സെർച്ച് ചെയ്ത് എത്ര നാളൊരു 3-4 മാസം ഇതിനെപ്പറ്റി ആലോചിച്ച് ലാസ്റ്റ് വാങ്ങിച്ചതായിരുന്നു ഈ ഒരെണ്ണം. അത് 2000 രൂപയായിരുന്നു ഇതിന്റെ റേറ്റ്. പക്ഷെ കിഡിലെ സാധനമായിരുന്നു, നല്ല സൂപ്പർ ആയിരുന്നു. ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ഈ ഒരു സംഭവം ഫോണിൽ കണക്ട് ചെയ്യണം, ഈ ഒരു മൈക്ക് വയ്ക്കണം, ഉപയോഗിക്കണം, എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. പക്ഷെ എന്തോന്ന് പറയാൻ ഞാൻ പറഞ്ഞിരുന്ന ഇതെനിക്ക് അറിഞ്ഞൂടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. അത് നല്ല അടിയും കൊടുത്തന്ന് കേശുവിന്. ഭയങ്കര സങ്കടമായിപ്പോയി. നമ്മൾ അത്രയും ആഗ്രഹിച്ച് ഇനി വീണ്ടും വായിക്കുകയാണെങ്കിൽ അതേപോലെ കൊടുക്കണ്ടേ. പിന്നെ എനിക്കാണെങ്കിൽ ഇപ്പൊ ഞാൻ മൈക്ക് നമ്മൾ യൂസ് ചെയ്തത് കൊണ്ട് പിന്നെ അതില്ലാതിരുന്നപ്പോഴൊരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ വാങ്ങിയതാണ് ഈ ഒരു മൈക്ക്. എനിക്ക് ഇതിൽ വലിയ ഞാൻ സാറ്റിസ്ഫൈ ഒന്നും അല്ല. ഇത് കുറച്ചും കൂടെ റേറ്റ് കുറവാണ്. 2 ഉണ്ടാവണം, ചാർജ് ചെയ്തിരിക്കുകയാണ്. ചില സമയത്ത് എനിക്ക് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് ഇപ്പോഴും കറക്റ്റ് അറിഞ്ഞൂടെ. ഇതാണെങ്കിൽ ഭയങ്കര ഈസിയാണ്, ഒന്നുമില്ലായിരുന്നു. നമ്മള് ഇത് അങ്ങ് കൊടുക്കണം, കണക്ട് ചെയ്യണം, വെക്കണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമായിരുന്നു. പക്ഷെ ഇത് വെച്ചതിന് ശേഷം എനിക്ക് കറക്റ്റ് ഇപ്പോഴും ഇതിന്റെ കാര്യങ്ങൾ അറിഞ്ഞൂടെ. ഞാൻ കുറെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ തപ്പി നോക്കിയിട്ട് ചില സമയത്ത് ഒരുമാതിരി ഭയങ്കര എക്കോയാണ്. കുറേയൊക്കെ ഞാൻ ഇത് വെച്ചിട്ട് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഭയങ്കര ബാസ് ഒക്കെ ഇട്ട് ഉത്സവപ്പറമ്പിലൊക്കെ അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യൂലേ, അതുപോലെ കേൾക്കണുണ്ട്. അന്ന് ഞാന് പഴവങ്ങാടി പോയ വീഡിയോ ഒക്കെ ഇട്ടില്ലേ, അതിൽ ഈ മൈക്ക് വെച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അതെല്ലാം ഭയങ്കര ഒരു സൗണ്ട്, എനിക്ക് തന്നെ എന്റെ പൊന്നോ എന്ന് തോന്നുന്നു എന്നൊക്കെ രീതിയിലായിരുന്നു. ഇന്നിപ്പോ 2 ദിവസം കൊണ്ട് ഉപയോഗിച്ച് ഇപ്പോഴും ഈ മൈക്ക് വെച്ചാണ് സംസാരിക്കുന്നത്. എന്റെ ചിലപ്പോൾ നേരത്തെ ഉള്ളവരൊക്കെ ചെറിയൊരു അലർച്ച തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ ഇപ്പം എന്റെ പൊട്ടബുദ്ധിക്ക് ഓരോന്നൊക്കെ ഇതൊക്കെ വന്നപ്പോൾ കുറച്ചൊരു മാറ്റം ഉണ്ട്. ചില സമയത്ത് എങ്ങനെയാണെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. ഇത് അതിന്റെ അത്ര കൂടിയതല്ല, അതുകൊണ്ടാണ് അതായിരുന്നു നല്ല. പിന്നെ ഞാൻ സെയിം സാധനമാണ് വാങ്ങിക്കാൻ നോക്കിയത്, പക്ഷെ നോക്കിയപ്പോഴും അത് സ്റ്റോക്ക് ഔട്ട് എന്ന് കാണിക്കും. അപ്പൊ എനിക്ക് അതും കൂടെ പണി കിട്ടി. അതിലാണ് പറ്റിപ്പോയത്. എന്തോന്ന് പറയാൻ, മോനെ അന്നേരം ഞാൻ ഒരു അടിയൊക്കെ കൊടുത്തെങ്കിലും അവനെ അറിഞ്ഞൂടാ. കുരുത്തക്കേട് പ്രായമല്ലേ, അവനത് കണ്ടപ്പോ ഓടിയൊന്നും എടുത്ത്. നമ്മളെ മോൻ കാണിക്കണം, നമുക്കല്ലേ ക്ഷമിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.